ഇപ്പോൾ കിട്ടുന്ന വാർത്ത അറസ്റ്റ് ചെയ്ത ശേഷം റാപ്പർ വേടനെ ജാമ്യത്തിൽ വിട്ടു എന്നുള്ളതാണ്. അമൽനാഥ് ചേരുകയാണ്. യുവ ഡോക്ടറുടെ പീഡന പരാതിയിൽ റാപ്പർ വേടനെ തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം ജാമ്യത്തിൽ വിട്ടു. റാപ്പർ വേടന് നേരത്തെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടതെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. അമൽനാഥ് ചേരുകയാണ്. അമൽനാഥ്, എന്താണ് വിശദാംശങ്ങൾ? ക്ഷമേ, ഈ ഒരു യുവ ഡോക്ടറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ റാപ്പർ വേടനെ നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലൊക്കെ തൃക്കാക്കര പോലീസിന്റെ നേതൃത്വത്തിൽ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു. പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു ചോദ്യം ചെയ്യൽ തുടർന്നിരുന്നത്. ഒന്ന് ഫോറൻസിക് റിസൾട്ടാണ്. അതായത് റാപ്പർ വേടന്റെ മൊബൈൽ ഫോൺ അടക്കം ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരുന്നു. അതിന്റെ റിസൾട്ട് വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. ഒപ്പം തന്നെ മറ്റ് സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസവും ഏകദേശം ഒരു 5 മണി വരെ ചോദ്യം ചെയ്യൽ തുടർന്നിരുന്നു. 114ഓളം ചോദ്യങ്ങളാണ് ഈ റാപ്പർ വേടന്റെ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി അന്വേഷണ സംഘം തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു ചോദ്യം ചെയ്യലിനോടൊക്കെ തന്നെയും റാപ്പർ വേടൻ നല്ല രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ തെളിവുകളും ഒക്കെ തന്നെ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ റാപ്പർ വേടനെ അറസ്റ്റ് ചെയ്തു, പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയുമായിരുന്നു. മുന്നേ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് റാപ്പർ വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അതേസമയം തന്നെ കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 2021 മുതൽ 2023 വരെയുള്ള 2 വർഷമാണ് ഈ യുവ ഡോക്ടറുമായി ഇത്തരത്തിൽ റാപ്പർ വേടന് ബന്ധമുണ്ടായത് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ പരസ്പര ധാരണയോടുകൂടി ഉണ്ടായിരുന്ന ഒരു ലൈംഗിക ബന്ധം അതെങ്ങനെ പീഡനമായി മാറും എന്ന ഒരു ചോദ്യം കോടതി മുന്നോട്ട് വെച്ചിരുന്നു. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പല തവണയായി ഈ ആൽബം പുറത്തിറക്കാൻ എന്ന വ്യാജേന 31,000 രൂപ ഈ യുവ ഡോക്ടറുടെ കയ്യിൽ നിന്നും റാപ്പർ വേടൻ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടും അന്വേഷണങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു. നിലവിൽ ഇപ്പോഴെന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് യുവ ഡോക്ടറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ റാപ്പർ വേടനെ അറസ്റ്റ് ചെയ്ത് നിലവിലിപ്പോൾ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുകയാണ്. റാപ്പർ വേടനെ തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തു, ജാമ്യത്തിൽ വിട്ടിരിക്കുന്നു. അമൽനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്.